നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്ഷേത്രമീഡിയയുടെ ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം. ക്ഷേത്രം ഗാത്രസമാനമാണ്. ഗാത്രസമാനമായ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന പ്രക്രിയകളെല്ലാം തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല, ആ ക്ഷേത്രം നിലകൊണ്ടിടുന്ന പ്രദേശത്തിൻ്റെ കൂടി ഐശ്വര്യക്ഷേമത്തിനും അതുപോലെ തന്നെ അനുഗ്രഹാർത്ഥവുമാണ് അവിടെ അകത്ത് നിത്യനിദാനാദി പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അത് നമ്മൾ തിരിച്ചറിയുന്നത് ആ ക്ഷേത്രത്തിൽ വാദ്യഘോഷങ്ങളുടെയും മന്ത്ര ഉച്ചാരണങ്ങളുടെയും ഒക്കെ അകമ്പടി ഉണ്ടാകുമ്പോഴാണ് അകത്ത് പൂജ നടക്കുന്നു എന്ന് നമുക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള മംഗളവാദനങ്ങൾ കൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു അടിയന്തരക്കാരനുണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ. അദ്ദേഹം ഗിരിജൻ മാരാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം വളരെ വർഷങ്ങളായി അവിടുത്തെ അടിയന്തര കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പേരിൽ തന്നെ അറിയാം, അടിയന്തര കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ആ മാരാർക്ക് എന്തൊക്കെയാണോ ഇവിടെ ചെയ്യേണ്ടത് അത് കൃത്യമായും നിർബന്ധമായും ഭഗവാന് ചെയ്തിരിക്കണം. അതിന് അവകാശിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വാദ്യം കൊണ്ടും അതുപോലെ തന്നെ ഗീതങ്ങൾ കൊണ്ടും വാദനങ്ങൾ കൊണ്ടുമൊക്കെ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്ന നിത്യകർമ്മം ചെയ്തു വരുന്ന അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. എത്ര വർഷങ്ങളായി ഇവിടെ ഈ പ്രക്രിയ തുടർന്നു വരുന്നു? ഒരു 28-30 കൊല്ലം കഷ്ടി ആയിട്ടുണ്ട്. അപ്പം നിത്യവും ഭഗവാനെ ഇങ്ങനെ ഈ വിശേഷ ദിവസങ്ങളല്ല സമയത്തൊക്കെ സേവിക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? മനസ്സിൽ തോന്നുന്നത് ബാലസുബ്രഹ്മണ്യ സ്വാമിയാണ്. അതൊരു പ്രത്യേക ശക്തിയാണ് ഇവിടെ വരുമ്പോൾ. അത് അതേമാതിരി കർക്കിടക മാസത്തിൽ ഒരു മാസം കർക്കിടക മാസം പൂജ കൂട്ടുണ്ട്. അതേമാതിരി ഉത്സവാതീത കാര്യങ്ങളിലൊക്കെ ഭംഗിയായിട്ട് നടത്തി പോരുന്ന ഒരാളാണ് ഞാൻ. യാതൊരു വിഘ്നങ്ങളും കൂടാതെ നടത്തി വരുന്നുണ്ട്, മുടക്കം കൂടാതെ. അതുമാതിരി ശംഖ്, ഇടയ്ക്ക, ചെണ്ട എന്നീ ഉപകരണങ്ങൾ ഇവിടെ ഉപയോഗിക്കാറുണ്ട്. അതായത് ഓംകാരധ്വനി ഉണർത്തുന്ന തന്ത്രവാദ്യം എന്ന് പറയുന്ന ഇടയ്ക്കയും അതുപോലെ തന്നെ അസുരവാദ്യമായിട്ട് ദേവവാദ്യമായി കൊട്ടുന്ന ചെണ്ടയും, ഇത് മൂന്നും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ദേവനിഷ്ടപ്പെട്ട വാദനമാണ്. അതേപോലെ തന്നെ ചെറുതായിട്ടൊരു സോപാന സംഗീതം എന്നുള്ളൊരു ഇതും കൂടി അതിൻ്റെ ഒപ്പം ചെയ്യാറുണ്ട്. അത് ശരി. ഏതാണ് ഗീതാ ഗോവിന്ദവും ചെയ്യാറുണ്ടോ? അതോ അഷ്ടപതി ചൊല്ലാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സേവനം ഭഗവാന് നമ്മൾ സമർപ്പിക്കുകയാണല്ലോ. ഒരു സാധകൻ എന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഒരു കലാകാരനാണ്. ഇടയ്ക്ക വായിക്കുകയും ചെണ്ട വായിക്കുകയും സോപാന സംഗീതം ആലപിക്കുകയും ഒക്കെ ചെയ്ത് ദേവപ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോഴും ഒരു കലാകാരന് മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ 28ഓളം വർഷങ്ങൾ ഈ രംഗത്ത് നിൽക്കുമ്പോൾ സംതൃപ്തി തോന്നുന്നുണ്ടല്ലേ? അതായത് അങ്ങയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും ഒക്കെ ഇതൊരു അനുഷ്ഠാന കലയായിട്ട് കൊണ്ടുനടക്കണം. അങ്ങനെയായിട്ട് കൊണ്ടുനടക്കണം. അത് അതിനോടനുബന്ധിച്ച് അത് ഭംഗി പോലെ നടത്തി വരുന്നുണ്ട് ഇതുവരെയായിട്ടും. അങ്ങനെയൊക്കെ മക്കള് ഈ രംഗത്തുണ്ട്? എനിക്ക് 2 കുട്ടികളുണ്ട്. അവർ പഠിക്കണം. അവർ കല്യാണം കഴിച്ച ഒരാള് ഇതിനോടനുബന്ധിച്ച ഒരാളാണ്. അല്ല, ഈ കലാരംഗത്തേക്ക്? അതെ, കലാരംഗത്തുണ്ട്, വാദ്യരംഗത്തുണ്ട് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധത്തിലുള്ള എന്താ പറയുക, ഭഗവാന്റെ കടാക്ഷങ്ങൾ എപ്പോഴും ഉണ്ടാവട്ടെ. ഈ ഒരു സന്തുഷ്ടമായ മനസ്സും സംതൃപ്തി കലർന്ന ഈ പ്രസന്ന വദനവും എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ക്ഷേത്രമീഡിയ പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം. തീർച്ചയായിട്ടും ഗിരിജൻ മാരാരിനെ പോലെയുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയും കൂടിയാണ് ഇവിടുത്തെ ഈ ഒരു ക്ഷേത്ര ഐശ്വര്യത്തിൻ്റെ, അതായത് ക്ഷേത്ര ചൈതന്യ വർധനവിന് 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഉപാസകനായിട്ടുള്ള ശാന്തിയുടെ അഥവാ സേവകൻ്റെ പൂജകൻ്റെ തപസ്സാണ്, അഥവാ അർപ്പിതമായ കർമ്മങ്ങളാണ്. ആ കർമ്മത്തിൽ പെടുന്നതാണ് ഈ വാദ്യം സമർപ്പിക്കൽ, അതുപോലെ തന്നെ മന്ത്രോച്ചാരണങ്ങൾ, ഗീതങ്ങൾ പാടി ഭഗവാനെ തൃപ്തിപ്പെടുത്തലൊക്കെ ഈ ചൈതന്യമായ വർധനവിന് വേണ്ടി ഉപയോഗിക്കുന്ന തപസ്സിൻ്റെ ഭാഗമായിട്ടുള്ള അനുഷ്ഠാന കർമ്മങ്ങളാണ്. അപ്പോൾ അത്രയും കർമ്മങ്ങൾക്കൊക്കെ ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും തന്നെ ഭഗവാന്റെ പ്രീതിക്കനുസരിച്ചുള്ള ഭക്തമക്കളും കൂടിയാണ്. അപ്പോൾ ആ കൃപാകടാക്ഷം എല്ലാവരിലേക്കും എത്തിക്കുന്നവരിൽ ഒരാൾ കൂടിയാണ് ഗിരിജൻ മാരാർ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ബാലസുബ്രഹ്മണ്യൻ്റെയും ഭദ്രകാളിയുടെയും മറ്റു പരിവാര ചൈതന്യങ്ങളുടെയും അനുഗ്രഹ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ക്ഷേത്രമീഡിയ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.